ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ജാങ്കോയുടെ വയ്യായ്യ കുറേ അധികം വ്യത്യാസമുണ്ട്. ജാങ്കോയുടെ ആദ്യത്തെ മുറിവ് ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം ഇപ്പോഴത്തെ മുറിവ് ദേ ഇത്രയും വ്യത്യാസമുണ്ട്. ഇനിയൊരു ചെറിയ ഇതുപോലെ ഉള്ളൂ. നല്ല ഉണക്കുണ്ട്. ഇപ്പം പഴുപ്പൊന്നുമില്ല, നന്നായിട്ട് ഉണങ്ങി. ഇനി ഒരു ചെറിയ കുഴി പോലെയുള്ളത് നികത്താൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്നും നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പൊടിയിട്ട് കൊടുക്കും. സ്പ്രേ ഉണ്ട്. പകൽ ഈച്ച വരാതിരിക്കാൻ സ്പ്രേയാണ് അധികം അടിക്കൽ. രാത്രി കിടക്കുമ്പോഴാണ് പൊടി ഇടാറ്. രാത്രി പിന്നെ അങ്ങനെ ഈച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് കെയർ ചെയ്ത് നന്നായിട്ട് നോക്കി. അതിൻ്റെ ആ ഫലം കാണാനുണ്ട്. ഓമനിക്കാൻ വന്ന് കിടന്നതാണ്. കൊഞ്ചലിൻ്റെ ആളാണ്. കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്ന വിചാരം. വയസ്സ് 90ആയി. എന്നാലും 9 വയസ്സായ കുട്ടിയാണ്, 9 മാസം പ്രായമായ കുട്ടിയാണെന്ന വിചാരം. എന്തായാലും എനിക്ക് ഒത്തിരി വിഷമമായി പോയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കെയർലെസ് കൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ എവിടുന്നോ മുറി പറ്റിച്ച് കൊണ്ടുവന്നു. പക്ഷെങ്കിൽ പിന്നെ അവൻ പുറത്തേക്ക് പോയിട്ടേയില്ല. അന്ന് ആ പട്ടിക്കുഞ്ഞ് വേറൊരു പട്ടിക്കുഞ്ഞ് വരണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ശ്രദ്ധക്കുറവിൻ്റെയാണ് ആ വന്നത്. അതൊരു പാഠമാണ് എന്തായാലും. ഇപ്പം ഞാനിങ്ങനെ ദിവസവും അന്ന് മുതൽ ഇന്ന് വരെ എന്നും നോക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച എനിക്കൊരു തയ്യലിൻ്റെ തിരക്കിൽ ഇപ്പം എനിക്ക് മനസ്സിലായി, എന്ത് തിരക്കാണെങ്കിലും വേണ്ടില്ല, അതിൻ്റെ കാര്യം നോക്കിയില്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ മാറിപ്പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഏതായാലും ഇപ്പം എത്ര സമാധാനമുണ്ട് എനിക്ക്. ഭക്ഷണവും കഴിക്കില്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കുറേശ്ശെ ചെറുതായിട്ട് കോഴിയുടെ ഇത് വാങ്ങിക്കൊണ്ട് കൊടുക്കും, പാർട്സ്. അത് വാങ്ങിച്ചിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അത് കുറച്ച് കൊടുത്ത് കുറേ ചോറ് കൊടുത്താൽ നല്ലോണം ചോറുണ്ടോളും. എന്താണെങ്കിലും ചെടിയാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ നമ്മൾ പരിപാലിക്കും പോലെയാണ് അവരുടെ രീതി. എന്തായാലും ഇപ്പോൾ ഒത്തിരി ആശ്വാസമായി. ഈ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് തന്നെ വലിയൊരു ആശ്വാസം.